മോണിറ്റൈസ്ഡ് അല്ലെങ്കിൽ പൈസ കിട്ടുമോ എന്നൊരു ഡൗട്ട് ഉണ്ടല്ലോ. നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് പൈസ കിട്ടും. ഹലോ ഫ്രണ്ട്സ്, എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങളിൽ പലരും ഡൗട്ട്സ് ചോദിച്ചിരുന്നു. ആ ഡൗട്ട്സ് ഒക്കെ ഞാൻ എങ്ങനെ ഈ ഒരു വീഡിയോ മൊത്തം ക്ലിയർ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പലരുടെയും ചാനലിൽ ഒന്ന് കയറി നോക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ ജസ്റ്റ് കയറി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കുറേ അബദ്ധങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതെല്ലാം ഞാനിന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർ ക്ഷമയോടെ ലാസ്റ്റ് വരെ കാണണം. പിന്നെ ഏത് വീഡിയോ ഇട്ടാലാണ്, എങ്ങനത്തെ വീഡിയോ ഇട്ടാലാണ് റീച്ച് കിട്ടുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ വീഡിയോ ഐഡിയാസ് ഞാൻ പറയുന്നുണ്ട്. പിന്നെ യൂട്യൂബ് സ്റ്റുഡിയോയിലെ സെറ്റിങ്സിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്ത ആൾക്കാർ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയത്തില്ലാത്തവർ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് അതിശയം തോന്നുവാണേ. പിന്നെ പൈസ കൊടുത്തിട്ട് മോണിറ്റൈസേഷനും സബ്സ്ക്രൈബേഴ്സിനെയും വാച്ച് അവറും ഒക്കെ മേടിക്കുന്നവർ സാമ്പത്തിക പ്രതിസന്ധി മൂലം അവസാന പ്രതീക്ഷയായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയവർ, ഇവരോടൊക്കെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ കുറേ അബദ്ധങ്ങൾ ഇങ്ങനെ കാണിച്ച് വരികയാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് പറയാനുണ്ട്. പിന്നെ 6 മാസം കൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ വിജയം കണ്ടെത്താൻ പറ്റും, നിങ്ങൾ ഈ കാര്യങ്ങൾ മുഴുവൻ പാലിച്ചു കഴിഞ്ഞാൽ കേട്ടോ. നിങ്ങൾക്ക് ഇതുവരെയും ഇതിൻ്റെ ഒരു ഐഡിയ ഇല്ലാതെ കയറിയേക്കുന്നത്, എനിക്ക് തോന്നുന്നു 35 വയസ്സിന് മേളിലോട്ടൊക്കെ ഉള്ളവർക്കാണ് ഇതിന് യാതൊരു ഐഡിയ ഇല്ലാതെ കയറിയേക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അവരോടൊക്കെ ആരും എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ട് വെറുതെ എങ്ങനെ വന്ന് വീഡിയോസ് ഇടുന്ന പോലെയാണ് എനിക്ക് അവരുടെയൊക്കെ വീഡിയോസ് കണ്ടപ്പോൾ തോന്നിയത്. അപ്പൊ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് ഒന്ന് വ്യക്തമാക്കി തരാം. എനിക്കറിയാം നിങ്ങൾ പലരും തംബ്നെയിൽ വീഡിയോ കണ്ട്, തംബ്നെയിൽ എങ്ങനെ മേക്ക് ചെയ്യുന്നതെന്ന് വീഡിയോ കണ്ട് അതിന് സൗണ്ട് ശകലം പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാലും ആ വീഡിയോ കണ്ട് ഒത്തിരി പേര് കമന്റ് ഇട്ടിട്ടുണ്ട്. അടുത്തത് നിങ്ങൾ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്നുള്ളത് ആ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ പ്രതീക്ഷിച്ചിരുന്നവരാണെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ഈ കാണിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാതെ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ടാണ് ഞാനിത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയവരാണെങ്കിൽ പ്ലീസ് ഇതൊന്ന് ഫോളോ ചെയ്യണം കേട്ടോ. ആദ്യം തന്നെ നിങ്ങളുടെയൊക്കെ വീഡിയോസ് കയറി കണ്ടപ്പം ഒന്നെങ്കിൽ നിങ്ങൾ എവിടെയോ, അതായത് നമ്മൾ പറയല്ലോ പൊതുവേ സ്ത്രീകൾക്ക് ഇച്ചിരി വെപ്രാളം കൂടുതലാണ്. ഞാൻ പൊതുവെ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആളാണ്. എന്നാലും ഞാൻ പൊതുവെ കണ്ടിട്ടുള്ളത് കാരണം യൂട്യൂബിന് കുറച്ച് വീഡിയോസ് ആവശ്യമുണ്ട്. എന്നിട്ട് യൂട്യൂബ് ചാനൽ നടത്തിപ്പുകാർ നമ്മുടെ വീഡിയോ വാങ്ങിയിട്ട് നമുക്ക് ക്യാഷ് തരുവാന്ന് വിചാരിച്ചവർ വരെ ഉണ്ട് ഈ കൂട്ടത്തിൽ. നിങ്ങൾ മനസ്സിലാക്കണം, അത് അങ്ങനെയല്ല അത് വർക്ക് ചെയ്യുന്നത്. നമ്മൾ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ടെലിവിഷൻ ചാനലുകൾക്ക് പിന്നെ ആഡ്സ് വരുന്ന പോലെ ഉള്ളൂ. ചാനലുകളിൽ നമ്മൾ സീരിയൽ പല സംവിധായകരും പല പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും സീരിയലൊക്കെ അതിനകത്ത് അവർക്ക് വേണ്ടി കൊടുക്കുന്നത്. ആ കൊടുക്കുന്ന സീരിയലിൽ വരുന്ന ആഡ്സ്, ആ സീരിയൽ എത്രത്തോളം പിന്നെ എൻഗേജ്ഡ് ആണോ അതനുസരിച്ചിട്ടാണ് അവർക്ക് പൈസ കിട്ടുന്നത്. എത്രയോ സീരിയലുകൾ കഥ മുഴുവിപ്പിക്കാതെയൊക്കെ ഒരു പിന്നെ 3 മാസം കൊണ്ട് നിന്നുപോയ സീരിയലൊക്കെ ഇല്ലേ. ഞാൻ ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കി തന്നാ. അതായത് ആളുകൾ എൻഗേജ്ഡ് ആവണം, ആവേശത്തോടെ കണ്ടിരിക്കണമെന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലെയും പ്രത്യേകത. അതായത് ഈ പണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിലെ പോലെ ഉള്ളായിരുന്നു. ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ശ്രദ്ധിച്ചാൽ അതിൽ കുറച്ച് ആളുകളെ ഉള്ളൂ, ആ ഒരു ബഹളമേ വരുന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നിന്നൊരു കുട്ടി പിന്നെ ഒരു ഒച്ച ഇട്ടാൽ നമ്മൾ കേൾക്കും അല്ലേ. കുറച്ച് പേര്, ഒരു 10-12 പേര് കളിക്കുന്ന ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിന്ന് ഒരു കൊച്ചുകുട്ടി ഒച്ചയിട്ടാൽ നമ്മൾ കേൾക്കും. പക്ഷേ അന്നത്തെ കാലത്ത് അതുപോലെ വിരലിലെണ്ണാവുന്ന, അതായത് ഞാനൊക്കെ തുടങ്ങിയ സമയത്ത് വിരലിലെണ്ണാവുന്ന ആളുകളെ യൂട്യൂബിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പൂരപ്പറമ്പിൽ നിന്ന് നമ്മൾ ഒച്ച വെച്ചാൽ എത്ര പേര് കേൾക്കും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഞാൻ പറയുന്ന ഒച്ചയും ബഹളവുമുള്ള ഈ കാലഘട്ടത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റണമെങ്കിൽ നമ്മളും ഒച്ചയിട്ടേ പറ്റൂ. ഞാനിവിടെ ഉണ്ടെന്ന്, എൻ്റെ അസ്തിത്വം ഇവിടെ ഉണ്ടെന്നുള്ളത് വിളിച്ചു കൂകി അറിയിക്കുന്ന തരത്തിലായിരിക്കണം നമ്മുടെ ഓരോ വീഡിയോസും. അല്ല ഞാൻ എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. ഒരു എനർജിയും വേണം. നമ്മളെന്ന് പറയുന്ന ആളുടെ പിന്നെ വോയിസ് മാത്രമായിട്ടാണ്. നിങ്ങൾ പലരും വിചാരിച്ചിട്ടുണ്ട് വോയിസാണ് എങ്ങനെ ആൾക്കാർ ഇഷ്ടപ്പെടും. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വല്ലപ്പോഴും കയറണം കേട്ടോ. എനിക്ക് തോന്നി ഈ ചാനൽ തുടങ്ങി വെച്ചേക്കുന്ന ചേച്ചിമാർ ഫേസ്ബുക്കിലൊക്കെ കയറി നടക്കുന്നവരാ. ഫേസ്ബുക്ക് ലോകമല്ല, അതിപ്പോഴും അവിടെയുള്ള ആളുകളും അവരുടെ ചിന്തകളും ഒക്കെ വളരെ പുറകോട്ടുള്ള കാലഘട്ടത്തിൽ. എനിക്കൊന്ന് 2012 നിന്ന് മുന്നോട്ട് വരാത്ത ആളുകളാണ് കൂടുതലായിട്ട് ഫേസ്ബുക്കിലുള്ളതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിലെ കമൻറ്റ് ബോക്സ് ഇതൊക്കെ കാണുമ്പോൾ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് വന്ന് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കയറിയാലേ ഉള്ളൂ ഈ കാലഘട്ടത്തിൽ ഏത് ടൈപ്പ് വീഡിയോസാണ്, വീഡിയോസിൻ്റെ ഒരു സ്റ്റൈൽ എന്താണ് ട്രെൻഡിങ് ആയിട്ട് പോകുന്ന കാര്യങ്ങൾ. ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ്, എനിക്ക് ഇഷ്ടമുള്ള കുറേ കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നവരുണ്ട്. അവരുടെ സൗണ്ട് മാത്രമേ ഉള്ളൂ. കൂടുതലും മുസ്ലിം ലേഡീസാണ്. അവർ സൗണ്ട് മാത്രമേ കൊടുക്കാറുള്ളൂ. ആ സൗണ്ട്
മാത്രം തിരിച്ചറിഞ്ഞിട്ട് എനിക്ക് എവിടെ നിന്നാലും തിരിച്ചറിയാം. എനിക്ക് അവരുടെ സംസാര ശൈലി, അവർ ദിവസവും യൂസ് ചെയ്യുന്ന ചില വാക്കുകൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് കണ്ടാലേ ഉള്ളൂ നമുക്ക് എങ്ങനെയാണ് ഒരു ശബ്ദം കൊണ്ട് ഒരാളെ നമുക്ക് പിടിച്ചിരുത്താൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ചെറിയ ഡിഷുകളാണ് ഷോർട്സ് ആയിട്ട് അവരിടുന്നത്. ഇൻസ്റ്റാഗ്രാമിലെ ചെറിയ വീഡിയോസ് ആണല്ലോ. പക്ഷേ അവരുടെ ആ ചെറിയ ഡിഷ് നമ്മളങ്ങനെ കണ്ടിരുന്ന് പോകാൻ അവരുടെ ശബ്ദം ഭയങ്കര ഒരു ഫാക്ടറാണ്. നിങ്ങളുടെ പലരുടെയും വീഡിയോസ് ഞാൻ കയറി കണ്ടപ്പം ചക്ക ഉണ്ടായതും കുട്ടി ഉണ്ടായതും പൂച്ച പറ്റതും ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്താ ധരിച്ചു വെച്ചേക്കുന്നേ? നമ്മുടെ വീട്ടിൽ കുട്ടി ഉണ്ടാകുന്ന നമ്മുടെ സന്തോഷമാണ്. അത് നാട്ടുകാർക്ക് അത് കണ്ടിട്ട് ഒരു സന്തോഷം, അവർക്കത് കാണേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ പൂച്ചക്കുഞ്ഞിനെ ഒന്നും കാണുന്ന ഒരു അത്ഭുതമല്ല, ചക്ക ഉണ്ടായി കിടക്കുന്ന കാണുന്ന ഒരു അത്ഭുതമല്ല. ആളുകളെ എൻഗേജ്ഡ് ആക്കുക. ആദ്യത്തെ ഒരു കുറച്ച് സമയം, ഇപ്പം നിങ്ങൾ എൻ്റെ ആ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടപ്പം എനിക്ക് അത്രയും എൻ്റെ ചാനലിന് ഒരു ഇതാണ് ഗുണം ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഇൻട്രൊഡക്ഷൻ നല്ല മികച്ചതാക്കുക, നിങ്ങളെ പിടിച്ചിരുത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ ആ ഇൻട്രൊഡക്ഷനിൽ ഈ വീഡിയോസ് ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. ഇല്ലെങ്കിൽ എനിക്ക് നമസ്കാരം, നമുക്ക് ഇതിലേക്ക് കടക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ ഇങ്ങനെ വന്നിരുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡിയ ഇല്ല അടുത്ത എന്താ സംഭവം. അപ്പോൾ അടുത്ത് എന്തൊക്കെയോ ഞാൻ പറഞ്ഞു തരുന്നുണ്ടെന്നുള്ളൊരു ഐഡിയ നിങ്ങളിലേക്ക് വന്നപ്പോഴല്ലേ നിങ്ങളിവിടെ ഇരിക്കുന്നത്. അപ്പം അത്രയും ചെയ്താൽ മതി. പിന്നെ പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് സാധാരണ ഫോണിൽ ഷൂട്ട് ചെയ്ത് ആരും കാണുകയില്ല, ഐഫോൺ വേണ്ടി വരുമെന്ന്. ഇന്നലെ എൻ്റെ ഐഫോണിൻ്റെ മെമ്മറി ഫുള്ളും നിറഞ്ഞു. ഇത് ഞാൻ റെഡ്മിയിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾ എന്നെ കാണാതിരിക്കുന്നുണ്ടോ? അപ്പം ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞല്ലോ, നമുക്ക് നമ്മുടെ ക്ലാരിറ്റിയൊക്കെ കൂട്ടാനായിട്ട് ഐഡിയ ഉണ്ട്. അതായത് നമ്മളിത് ഇച്ചിരി കോൺട്രാസ്റ്റ് കുറയ്ക്കുമ്പോൾ നമ്മുടെ ചുറ്റിനുമുള്ള ഈ വെളിച്ചം പോയിട്ട് നമ്മളിങ്ങനെ എറിച്ച് നിൽക്കും. അതിൻ്റെ ഇച്ചിരി കളറോട് കൂടി കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ കളർഫുള്ളാവും. അപ്പോൾ ആളുകൾക്ക് കാണാൻ ഇഷ്ടമാവും. ഫുഡ് വീഡിയോസിനൊക്കെ ഇത്രയും ചെയ്താൽ മതി. ആദ്യമേ പോയി ഐഫോൺ മേടിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പിന്നെ പറഞ്ഞു തന്നല്ലോ, വെളിയിൽ കൊണ്ടുവച്ചൊരു ഫോട്ടോസൊക്കെ എടുത്ത് നല്ല കളർഫുള്ളാക്കി കഴിയുമ്പോൾ സംഗതി നല്ല ഉഷാറാകും. നമ്മുടെ വോയിസ് ഓവറും കൂടെ ആകുമ്പോൾ അടിപൊളിയാകും എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ. പിന്നെ പൈസ കൊടുത്താൽ മോണിറ്റൈസേഷൻ കിട്ടുമോ? ഇത് പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് കേട്ടോ. ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അത് ഡൗട്ടുകളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനെ ഒരു ചർച്ച വന്നിരുന്നു. അതായത് പൈസ കൊടുത്തിട്ട് മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റുമോ എന്നുള്ളത്. ആരോ പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയാലും യൂട്യൂബ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ യൂട്യൂബിന് ഇതൊന്നും അറിയില്ല, നമ്മുടെ PSCയിലൊക്കെ പിൻവാതിൽ നിയമനം നടക്കുന്ന പോലെ ഇവിടെ നടക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? കാരണം ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് യൂട്യൂബിലുള്ളത്. ആ ലക്ഷങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ യൂട്യൂബ് അതിനെക്കുറിച്ച് അന്വേഷിക്കും. AI വെച്ചും അവരുടെ പുതിയ പിന്നെ സംവിധാനങ്ങൾ വെച്ചും നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോസിന് ഇപ്പം ഞാൻ ഓരോ വാക്കും പറയുമ്പോൾ ഇല്ലേ, ശ്രദ്ധിച്ച് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പണി കിട്ടും. ഞാൻ നിങ്ങളോട് പറയാം, യൂട്യൂബ് നാളെ മുതൽ നിങ്ങൾക്ക് കുറേ കാശ് തരുമെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അപ്പോൾ ആ തെറ്റായ കാര്യങ്ങൾ, അതായത് യൂട്യൂബ് നാളെ മുതൽ ഇങ്ങനെ വീഡിയോസ് ഇടുന്നവർക്ക് 1 മണിക്കൂർ ലക്ഷങ്ങൾ കൊടുക്കുന്ന ഒരു തെറ്റായ കാര്യം ഞാൻ ഇതിൽ പറഞ്ഞെന്ന് വിചാരിച്ചോ? അത് യൂട്യൂബ് അത് അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അത് മലയാള ഭാഷയാണെങ്കിൽ പോലും അവരത് തിരിച്ചറിയാനുള്ള സെൻസറിങ് ഒക്കെ അവിടെ ഉണ്ട്. അത് വെച്ചിട്ട് എൻ്റെ ചാനലിൽ അത് പണി തരും. അങ്ങനെ കള്ളത്തരം പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല യൂട്യൂബിനെ അറിയാം. പൈസ കൊടുത്ത് മേടിച്ച് ഒരു സബ്സ്ക്രൈബറിനെയും പൈസ കൊടുത്ത് മേടിച്ച വാച്ച് അവറും പിന്നെയുള്ള വാച്ച് അവറും. കാരണം എന്നാണെന്നറിയോ, നിങ്ങൾ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീമിന് പൈസ കൊടുത്തു എന്ന് വിചാരിക്കുക. ആ പൈസയും കൊടുത്ത് നിങ്ങൾക്ക് ഈ സാധനം ആയിക്കഴിഞ്ഞാൽ അടുത്ത വീഡിയോ നിങ്ങളിടുമ്പം നിങ്ങളുടെ വീഡിയോ ഈ 1000 പേര് കുത്തിയിരുന്ന് കാണുമോ? ഞങ്ങൾക്ക് പൈസ തന്ന ചേച്ചിയാണെന്ന് പറഞ്ഞു. കാരണം അവർക്ക് വേറെയും വർക്കുകൾ കിട്ടുന്നുണ്ടാവും. അവർക്ക് നമ്മുടെ വീഡിയോസ് കാണാൻ തോന്നുകയില്ല. നമ്മൾ എന്തുകൊണ്ട് അഹാനയൊക്കെ കാണുന്നത്? അഹാന നമുക്ക് പൈസ തന്നിട്ടാണോ? ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്ക് അഹാനയും ഹനാൻ ഷായൊക്കെ കാണുന്നതല്ലേ, അവർ നമുക്ക് ക്യാഷ് തന്നിട്ടാണോ നമ്മൾ കാണുന്നത്? അവർ നമുക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ നമ്മൾ കാണുന്നത്. നമുക്ക് അവരുടെ വീഡിയോസ് എങ്ങനെ ഇരുന്ന് കണ്ടാലും ഇഷ്ടമാണല്ലേ. അപ്പോൾ അതുകൊണ്ടല്ലേ നമ്മൾ അവരെ കാണുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ വളരുമ്പം ഏറ്റവും ജെനുവിനായിട്ട്, അത് ലൈഫിൽ എപ്പോഴും നമുക്ക് വേണ്ട കാര്യം. എളുപ്പപ്പണി ചെയ്യല്ലേ. എളുപ്പപ്പണി ചെയ്ത് നമ്മൾ ആരും വിജയിക്കത്തില്ല. അങ്ങനെയൊക്കെ എളുപ്പപ്പണി ചെയ്യാനാണ് ഞാൻ എന്നേ രക്ഷപ്പെട്ടു പോയേനെ. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടോ കസിൻസിനോടോ അവരൊന്നും പോലും ഞാൻ അല്ല അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ കാണുന്ന ഒരാളുള്ള എൻ്റെ ഹസ്ബൻഡാണ്, പിന്നെ എൻ്റെ അമ്മയും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ എളുപ്പപ്പണിയുടെ ഒന്നും ആവശ്യമില്ലടാ, നമ്മളെക്കൊണ്ട് പറ്റും. നിങ്ങൾക്കൊക്കെ ഒരു തോന്നലുണ്ട് ഞങ്ങളുടെയൊക്കെ വീഡിയോ ആര് കാണാൻ,
അത് നിങ്ങൾ ആ രീതി വീഡിയോ ചെയ്യണോടാ. നിങ്ങൾ പോയി ചക്കയുടെ പരം കാണിച്ചാൽ ആരും കാണത്തില്ല. പക്ഷെ നിങ്ങളല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എടാ നമ്മൾ എങ്ങനെയുള്ള വീഡിയോ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടാൻ, അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ ചെയ്യാൻ പോവുക, അതിനെക്കുറിച്ച് നമുക്ക് എപ്പോഴും സംശയം ചോദിക്കാൻ ഞാൻ ചിലപ്പം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരാൾ കൂടെ ഇല്ല എന്ന് വിചാരിച്ചോ. അന്നേരത്തേനും നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ അങ്ങനെ ഒരു കുക്കിംഗ് വീഡിയോ, അല്ലെങ്കിൽ വേണ്ട നിങ്ങളൊരു പിന്നെ അല്ലാതെ മേക്കപ്പ് വീഡിയോ ചെയ്യാൻ പോവാന്ന് വിചാരിക്കുക. മേക്കപ്പ് വീഡിയോ മലയാളം അടിച്ചു കൊടുക്കുക. അതിൽ വന്നിട്ടുള്ള വീഡിയോസിൻ്റെ തംബ്നെയിൽ ഫസ്റ്റ് നോക്കുക. അതിലെന്തുവാണ് എഴുതി വെച്ചേക്കുന്നത്, ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള വീഡിയോസിൽ എന്തൊക്കെ എഴുതി വെച്ചേക്കുന്നത് എന്ന് നോക്കുക. മിക്കവാറും ഏറ്റവും കൂടുതൽ പോകുന്ന വീഡിയോസ് എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഒരുങ്ങുന്നതായിരിക്കില്ല. കാരണം അതെല്ലാവർക്കും മെനക്കെട്ട പണിയാണ്. അതെല്ലാവരും ചെയ്യത്തില്ല. അത് നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എനിക്ക് 40 വയസ്സുണ്ട്. എൻ്റെ പ്രായക്കാരൊന്നും എന്നെപ്പോലെ, ഞാനൊക്കെ അപൂർവമാണ്. ഞാൻ ഫൗണ്ടേഷനൊക്കെ ഇടാനൊക്കെ എനിക്ക് ഭയങ്കര മടിയുള്ള ആളാണ്. പക്ഷേ അപൂർവം ആൾക്കാരാണ് ഈ ലിപ്സ്റ്റിക്ക് പോലും ഇടാൻ ഇഷ്ടപ്പെടുന്നവർ ഞങ്ങളുടെയൊക്കെ ഈ ഗ്രാമപ്രദേശത്തിൽ. അപ്പം അങ്ങനെയുള്ളവർക്ക് ആദ്യം നോക്കുന്നത് എളുപ്പത്തിൽ വെളുക്കുന്നത്, അങ്ങനെയുള്ള വീഡിയോസ് ആയിരിക്കും പെട്ടെന്ന് ഉപയോഗിക്കുന്നത്. അത് വീട്ടിലുള്ള 2 സാധനം തേച്ച് കഴിഞ്ഞാൽ അന്നേരം വെളുക്കുന്നു എന്നുള്ള വീഡിയോസ്. സത്യം പറഞ്ഞാൽ അത് നമുക്ക് അന്നേരം തന്നെ ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഒക്കെ തരുന്ന വീഡിയോസ് ആയിരിക്കും. കള്ളത്തര വീഡിയോ ഒന്നും ആയിരിക്കില്ല. അന്നേരം നമുക്ക് എന്തെങ്കിലും തേച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഒരു വെളുപ്പൊക്കെ കാണും, 2 ദിവസത്തേക്കൊക്കെ നല്ല കളർ കാണുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് ആയിരിക്കും കൂടുതൽ പോയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ആ വീഡിയോ എങ്ങനെ അവർ തുടങ്ങിയേക്കുന്നത് നോക്കണം. ഒരിക്കലും അവർ തുടക്കത്തിൽ കൊണ്ട് വരൂ നമുക്ക് ഇച്ചിരി നാരങ്ങയും ബ്രൂവും കൂടെ തേക്കാം എന്ന് പറയല. നിങ്ങൾക്ക് ഇങ്ങനെ ഗ്ലോ വേണോ, ഇത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ തുടച്ചൊക്കെ കാണിക്കും. അപ്പോൾ നമുക്കിങ്ങനെ ആകാംക്ഷയാണേ ഇതെന്തുവാ തേച്ച് വെച്ചേക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. വെളുത്ത കളറി പൊടി പോലെയാണെങ്കിൽ നമുക്കൊരു ഡൗട്ടാണ്, ഇനി അരിപ്പൊടിയാണോ, മൈദമാവാണോ, കടലമാവാണോ, ഇതെന്ത് സാധനമാണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കുക. എന്നിട്ട് അവർ പറയും ഇത് ഇത്രയും മതി. പിന്നെ നിങ്ങൾ വേറൊരു എന്നിട്ട് അവർ കുറച്ചും കൂടി അവരുടെ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ, അതായത് ഈ 1 മിനിറ്റ് എന്നുള്ള 2-3 മിനിറ്റ് ആക്കാനാണ് മാക്സിമം അവർ നോക്കും. കാരണം അവരുടെ വീഡിയോ കുറച്ചും കൂടെ ഇച്ചിരി കൂടെ ലെങ്തി ആവുകയാണ്, അവർക്ക് കുറച്ചുകൂടെ വ്യൂസ് കിട്ടുമല്ലോ. അത് അങ്ങനെയൊക്കെ അവരെങ്ങനെയുള്ള വീഡിയോസാണ് ചെയ്തേക്കുന്നത് എന്നുള്ളത് നമ്മൾ ചെന്ന് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇതെങ്ങനെയാണ് സംഗതി അവർ സത്യസന്ധമായിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്, നമ്മളിരുന്ന് കാണുന്നുണ്ട്. പക്ഷെ അവരുടെ ഇൻട്രൊഡക്ഷനൊക്കെ നമ്മളിങ്ങനെ പിടിച്ചിരുത്തുന്ന സസ്പെൻസ് ത്രില്ലറായിട്ടാണ് കാണിക്കുന്നത്. ഏതെങ്കിലും സിനിമയിൽ ആദ്യം കൊണ്ട് ഇയാളാണ് ഇനി ഇതിനകത്ത് ഈ സിനിമയിൽ ഇത്രയും പേരുടെ എന്ന് വെച്ചാൽ അങ്ങനെ കാണിക്കുമോ? അതായത് നമ്മൾ സസ്പെൻസ് ത്രില്ലർ മൂവിയിൽ ഒരു 5-6 പേരെ ഒരാൾ ഉപദ്രവിക്കുക, ഇയാൾ ആരാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോലീസുകാർ നടക്കുക. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ സിനിമയിൽ ആദ്യമേ കൊണ്ട് ആളെ കാണിക്കുമോ? ഇല്ല. നമ്മൾ അവസാനം വരെ പിടിച്ചിരുത്തുന്ന ആളാരാന്ന് അറിയാനുള്ള ആകാംക്ഷയല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ചിലരുടെ സംസാരമൊക്കെ കേട്ട് നമ്മളിങ്ങനെ ഇരുന്ന് പോവും. അവരുടെ എനർജിയും അവരിങ്ങനെ നിങ്ങൾക്ക് വെളുക്കണോ, നിങ്ങൾ മുഖമൊക്കെ കരുവാടിച്ചിരിക്കണോ, നമുക്ക് ശരിയാക്കി ഇങ്ങനെ പോരേന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എനർജി ആയിരിക്കും. അപ്പം നമ്മളങ്ങ് ഇരിക്കും. അല്ല നിങ്ങളൊന്ന് ഓർത്ത് പണ്ടത്തെ ദൂരദർശനിലെ ചേച്ചിമാരെ പോലെ നമസ്കാരം, സൗന്ദര്യവർദ്ധക വസ്തുക്കളെക്കുറിച്ചുള്ള ക്ലാസ്സാണ് ഞാനിന്ന് എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞു വന്നാൽ നമ്മൾ അവിടെ ഇരുന്നിങ്ങനെ അയ്യോ 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 എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഉറങ്ങിപ്പോകത്തല്ലേ ഉള്ളൂ. എനിക്കാണ് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോവും. എനിക്ക് ഇച്ചിരി ഒച്ചയും ബഹളവും ഇല്ലാത്ത വീഡിയോ കണ്ടാൽ ഞാൻ സത്യമായിട്ട് ഉറങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ സീരിയസ് ആയിട്ടുള്ള അങ്ങനെ സാധനങ്ങളൊന്നും കാണാറ് പോലും ഇല്ല. ഒന്നാമത് നമ്മുടെ ഇടവേളയ്ക്ക് നമ്മൾ ഇടയ്ക്ക് കയറിയിരുന്ന് കാണുന്ന അന്നേരത്തേനും ഒന്നാം ക്ഷീണിച്ചിരിക്കുക, അന്നേരം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാനങ്ങ് ഉറങ്ങിപ്പോവും. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ആ വീഡിയോ ടൈപ്പ് വീഡിയോസ് കുറച്ചെടുത്ത് വെച്ച് കണ്ട് പഠിക്കണം ഇതെങ്ങനെയാണ് അതിൻ്റെ സംഭവം എന്ന്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ചാനലിൽ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ ടൈപ്പ് വീഡിയോസൊക്കെ എടുത്ത് വെച്ച് നോക്കി എന്ത് ടൈപ്പ് ചെയ്തപ്പോഴാണ് വന്നത് ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അല്ലാതെ ചാടി കയറി ഓക്കെ യൂട്യൂബിന് വേണ്ടി ഒരു വീഡിയോ ചെയ്തേക്കാം. നിങ്ങൾ വിചാരം യൂട്യൂബ് ഇങ്ങനെ നിൽക്കുകയോ ചേച്ചി പെട്ടെന്നൊരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ച് നിൽക്കുന്ന പോലെ നിങ്ങൾ പെട്ടെന്ന് പോയി എന്നാൽ പൂച്ച പെട്ടെന്ന് ഇട്ടേക്കാം, ഇന്ന് അതായിക്കോട്ടെ ആരെങ്കിലുമൊക്കെ കാണട്ടെ, അങ്ങനെ അത്രയും എടുക്കരുത്. ഞാൻ എൻ്റെ രാവിലത്തെ പ്രോഗ്രാമുകളെല്ലാം മാറ്റി വെച്ച് എന്തെങ്കിലും ഉച്ചത്തേക്ക് ഉണ്ടാക്കണം അതും ഉണ്ടാക്കി വെച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു ഷൂട്ട് ചെയ്യുന്നത്. ഈ ഷൂട്ട് ചെയ്ത് ഇത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ എൻ്റെ പിള്ളേർ സ്കൂളിൽ നിന്ന് വരും. ആ സമയം അവരുടെയും മാനേജ് ചെയ്യണം. ഇത് അപ്ലോഡ് ആവുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഇഷ്യൂസ് ഇൻ കേസ് എന്തെങ്കിലും കുഴപ്പം വന്നിട്ട് കോപ്പിറൈറ്റ് ഒന്നും എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആദ്യം മുതലേ കൊണ്ട് എഡിറ്റ് ചെയ്യണം. ഇങ്ങനെ വലിയൊരു ഹാർഡ് വർക്ക് ഇതിൻ്റെ പിന്നിലുണ്ട്. നമുക്ക് ഇത്രയും പൈസ തരുമ്പോൾ അതിൻ്റേതായ ഹാർഡ് വർക്ക് ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ഉടനെ ഇങ്ങനെ കാശ് തരുമല്ല. നല്ലതായിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റീച്ച് ആകും. അതിനുവേണ്ടി ആദ്യത്തെ ടിപ്സ് ഞാൻ പറഞ്ഞു തന്നില്ല. വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പോയി അതേ സമാനമായ വീഡിയോസ് പോയി പരിശോധിക്കുക. അത് കഴിഞ്ഞ് നിങ്ങളെ തംബ്നെയിൽ നല്ല അട്രാക്റ്റീവായിട്ട് കൊടുക്കാനുള്ള ഐഡിയാസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ വ്യക്തമായിട്ട് നിങ്ങളുടെ വീഡിയോസിൽ എന്തൊക്കെയാണ് കുറച്ച് സസ്പെൻസ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ക്യാപ്ഷൻസ് കൊടുക്കാം. പക്ഷേ തെറ്റിദ്ധാരണ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല, തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇടാൻ പാടില്ല. ഈ നമ്മുടെ വീഡിയോസിൽ വരാത്ത കാര്യങ്ങൾ അതിനകത്ത് കൊണ്ട് ഇടാൻ പാടില്ല. പക്ഷേ വരുന്ന കാര്യങ്ങൾ നമുക്ക് വളച്ച് കെട്ടി വേറൊരു രീതിയിൽ സസ്പെൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് തംബ്നെയിൽ ക്യാപ്ഷൻ കൊടുക്കാം, കുഴപ്പമില്ല.
അതിൻ്റെ ഈ തമ്മനയിൽ കൊടുക്കുന്ന കാര്യത്തിൽ കുറച്ചുകൂടെ കാര്യം പറഞ്ഞിട്ടെ. നല്ല ബിരിയാണി കിട്ടുമെന്നും പറഞ്ഞിട്ട് നിങ്ങളൊരു ബോർഡ് വെച്ചേക്കുക ഒരു കടയുടെ ഫ്രണ്ടിൽ. എന്നിട്ട് ആ കടയ്ക്കകത്തോട്ട് കയറിയപ്പോൾ ആ ബിരിയാണിക്കകത്ത് ഈ പറയുന്നത്, അതായത് നല്ല ബിരിയാണിയാണെന്ന് പറഞ്ഞ് വെച്ചിട്ട് അതിൻ്റെ അകത്ത് കയറിയപ്പോൾ നമുക്ക് പുലാവാണ് കിട്ടിയത്. അതും ഒരു ടേസ്റ്റ് ഇല്ലാത്ത പുലാവാണ്. നിങ്ങൾ പിന്നെ കട കയറുമോ? നല്ല ബിരിയാണിയാണ്, ഇത്രയും രൂപയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ അടിപൊളി ബിരിയാണിയാണ് കിട്ടിയിരിക്കുന്നത്. സംഗതി ക്വാണ്ടിറ്റി കുറവാണെങ്കിലും നല്ല ടേസ്റ്റ്. പീസൊക്കെ വലുതൊന്നും അല്ല, പക്ഷെ ആ രൂപയ്ക്കുള്ളതേ ഉള്ളൂ. എന്നാലും നമുക്ക് റൈസൊക്കെ അവർ രണ്ടാമത് തന്നു. നല്ല ടേസ്റ്റുമാണ്. നമ്മൾ പിന്നെ കയറിയല്ലേ, ഒത്തിരി പേര് ആ കട കയറിയല്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു വിശ്വാസ്യത നേടണം എപ്പോഴും. അതുപോലെ തന്നെ എനിക്ക് വളരെ സങ്കടം വന്ന ഒരു കാര്യമാണ്, സാമ്പത്തികമായിട്ട് യാതൊരു രക്ഷയില്ലാതെ നിൽക്കുക. എനിക്ക് യൂട്യൂബ് ചാനൽ രക്ഷപ്പെടുത്തി എടുക്കണമെന്ന് പറഞ്ഞ് വന്നവരുണ്ട് കേട്ടോ. അവരോട് എനിക്ക് എന്താ പറയാനുള്ളത്? ഞാൻ അവരോട് പറഞ്ഞു, ശക്തമായിട്ട് നിങ്ങൾ മുന്നോട്ട് പൊക്കോ, നിങ്ങളെക്കൊണ്ട് പറ്റും. പക്ഷേ അത് ഒരുപാട് വിൽ പവർ ഉള്ളവർക്കാണ് ആ ഒരു സിറ്റുവേഷനിൽ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞല്ലോ, നല്ല ക്ഷമ വേണം. എൻ്റെയൊക്കെ ക്ഷമയുടെ നെല്ലിപ്പലകയാണ്. അത് പിന്നെ എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു 6 മാസം ചെയ്യും, നിർത്തും, 6 മാസം അങ്ങനെ കാണിച്ചിട്ടാട്ടോ. പിന്നെ അവൻ പറഞ്ഞില്ല, 1 വർഷം ഞാൻ ഇങ്ങനെ കാട്ടിക്ക് അങ്ങോട്ട് ഇത് നേടിയെടുത്തിട്ടേ ഉള്ളെന്ന് പറഞ്ഞ് ശക്തമായിട്ട് മുന്നേറിയപ്പോഴാണ് എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടിയത്. ആ 1 വർഷത്തെ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഞാൻ ക്യാമറയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. കാരണം എനിക്ക് കണ്ടൻറ് ഇല്ല. ഞാൻ പിന്നെ കഷ്ടപ്പെടും അവിടെ നിന്ന്. ചിലപ്പോൾ ഞാൻ മേക്കപ്പും ഒക്കെ ഇട്ട് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ഫോണിനകത്ത് ഞാൻ ഇന്ന് എന്തിടും എന്നുള്ളതിന് ഞാൻ പഠിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാണ്, നല്ല വിൽ പവർ വേണം, നല്ല പേഷ്യൻസ് വേണം. അപ്പോൾ നമ്മുടെ ഈ പൈസ ഇല്ലാണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് സ്ട്രെസ് അങ്ങ് കൂടും. എന്തായാലും യൂട്യൂബിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അന്ന് അതിന് എന്തെങ്കിലും കയറിപ്പോകാതൊക്കെ വന്നാൽ നമുക്ക് അത്യാവശ്യം സങ്കടം വരും. അതിൻ്റെ കൂടെ ഇത് നമ്മൾ സാമ്പത്തികമായിട്ട് ആശ്രയിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. ഇത് ശരിയായിട്ട് വേണം എനിക്ക് നന്നായിട്ട് ജീവിക്കാൻ എന്ന് വിചാരിച്ച് നിങ്ങൾ തുടങ്ങിയതാണെങ്കിൽ നിങ്ങൾ ഓർത്ത് ഇത് മോണിറ്റൈസ്ഡ് ആയാലും നമ്മളിടുന്ന വീഡിയോയുടെ അനുസരിച്ചാണ്. അല്ലാതെ മോണിറ്റൈസേഷൻ കിട്ടിയവർക്കെല്ലാം മാസം 15,000 രൂപ എന്ന് പറഞ്ഞ് ഗവൺമെൻറ് പരിപാടിയല്ല ഇത്. ഞാനൊക്കെ മോണിറ്റൈസ്ഡ് ആയി കഴിഞ്ഞു 3-4 മാസം എനിക്ക് ഒന്നും കിട്ടാതെ പോയിട്ടുണ്ട്. ആ മാസമെല്ലാം ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ വീഡിയോ കയറിപ്പോയില്ല, തല്ലിപ്പൊളി വീഡിയോ ആയിരുന്നു, ആരും കണ്ടില്ല. അല്ലെങ്കിൽ എൻ്റെ വീഡിയോയുടെ എന്തൊക്കെയോ ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്ത വീഡിയോ ആണെങ്കിലും ആൾക്കാരെ പിടിച്ചിരുത്താനുള്ള എന്തോ ഒരു കുറവ് അവിടെ വന്നിട്ടുണ്ട്. 4 ലക്ഷം പോയിട്ടുണ്ട്, 2 ലക്ഷം പോയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ 4 ലക്ഷം പോയതും 2 ലക്ഷം പോയടത്തൊന്നും ഈ പറയുന്ന ആഡ്സും വന്നിട്ടില്ല. കാരണം ഓരോ വീഡിയോയുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ് ആഡ്സ് വരുന്നത്. അങ്ങനെയും ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളപ്പോൾ ഇത് തരണം ചെയ്യാന്ന് വെച്ചാൽ നല്ല സങ്കടം വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങിയവരോട് പറയാം, നിർത്തണ്ട, തുടങ്ങിക്കോ. നിങ്ങൾ ആ യൂട്യൂബ് ചാനലിൽ ആത്മാർത്ഥമായിട്ട് 6 മാസത്തെ കഷ്ടപ്പാട് നിങ്ങൾ നല്ല പ്രാർത്ഥനയോടെയും ഡെഡിക്കേഷനോടെയും കൂടെ ചെയ്യുക. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു 10 പൊതിച്ചോറ് ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഈ കാര്യം ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞ ഒരു ഉദാഹരണം, നമ്മളൊരു 10 പൊതിച്ചോറുമായിട്ട് രാവിലെ പോയി വഴിയരികിൽ നിന്ന് വിറ്റു എന്ന് വിചാരിക്കുക. ഒരു ഉദാഹരണം പറയാം. അതിൽ നമുക്കൊരു 5 എണ്ണം വിറ്റ് പോയില്ലെങ്കിലും നമ്മുടെ കയ്യിലേക്കൊരു തുക വരുന്നുണ്ട് അല്ലേ? അതുമായിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു സന്തോഷമുണ്ട്, ഇത്രയെങ്കിലും കിട്ടിയല്ലോ എന്ന്. പക്ഷെ നമ്മൾ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ പൊരുവെയിലത്ത് പോയി നിന്നാലും വെറും കൈയോടെയൊക്കെ പോരേണ്ട ഒരു അവസ്ഥയാണ് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ സൈഡായിട്ട് നിങ്ങൾ കണ്ടെത്തിയിട്ട് വേണം നിങ്ങൾ ചാനൽ തുടങ്ങാൻ. പിന്നെ മില്യൺസ് ഓഫ് വ്യൂസ് ഉള്ള, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വ്യൂസ് ഉള്ള ഒരു ധ്രുവ് റാട്ടി എന്ന് പറഞ്ഞൊരു ആളുണ്ട് കേട്ടോ. പുള്ളിക്കാരനോട് ഇതുപോലെ ഒരുപാട് പേര്, പുള്ളിക്കാരൻ എല്ലാം ഭയങ്കര കറക്റ്റായിട്ട് സത്യസന്ധമായിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ട് പുള്ളി ഭയങ്കര ഇഷ്ടമാണ് പൊതുവെ എല്ലാവർക്കും. നിങ്ങൾക്ക് ഒത്തിരി ഹിന്ദിയൊക്കെയാണ് പുള്ളി സംസാരിക്കുന്നത്. എനിക്ക് ഹിന്ദി മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ കാണുന്നത് കേട്ടോ. അപ്പോൾ ആ പുള്ളിയോട് ചോദിച്ചിട്ടുണ്ട് പല ഫ്രണ്ട്സും, സ്റ്റഡീസൊക്കെ അതായത് പഠിത്തമൊക്കെ വിദ്യാഭ്യാസവും ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് ഇത് തുടങ്ങുന്നതിനെക്കുറിച്ച് എന്താ അഭിപ്രായമെന്ന്. അപ്പോൾ ആ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം യൂട്യൂബ് എന്ന് പറയുന്ന ഒരാൾ തുടങ്ങി വെച്ചേക്കുന്ന സംരംഭമാണ്. അത് അയാളുടെ മൂഡ് പോലെ ഇരിക്കും. അയാൾക്കിനി ഇത്രയും കാശൊക്കെ മതി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാ കാലവും അങ്ങനെ ഉണ്ടാവണമെന്നൊക്കെ ഉണ്ടോ? അപ്പം ഞാൻ പറയുന്നത് യൂട്യൂബിനെ മാത്രം ആശ്രയിക്കാതെ നിങ്ങളെപ്പോഴും നമുക്കൊരു ബാക്കപ്പ് ഉണ്ടായിരിക്കണം, ഒരു ജോലിയോ എന്തെങ്കിലും ഒന്നുണ്ടാവണം കേട്ടോ. അപ്പോൾ അല്ലാതെ നിങ്ങളോട് നിരാശപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. നിങ്ങളിത് 100% കൊടുത്ത് നിങ്ങൾക്ക് മോണിറ്റൈസ്ഡ് ആകുന്നതൊക്കെ സന്തോഷമുള്ള കാര്യം. പക്ഷെ നിങ്ങൾ ഇതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വാ മക്കളെ, നിങ്ങൾ കുറച്ച് പേർക്ക് യൂട്യൂബ് സ്റ്റുഡിയോ എന്തുവാന്ന് അറിയത്തില്ല, പക്ഷെ ഭയങ്കര വീഡിയോ ഇടിയില്ല. ഞാൻ നോക്കിയപ്പോൾ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇതെങ്ങനെയാണ് അതിനകത്തോട്ട് ഇട്ടത്?
യൂട്യൂബ് സ്റ്റുഡിയോയുടെ ഇമ്പോർട്ടൻസ് അറിയത്തില്ല പലർക്കും. അത് യൂട്യൂബ് എത്രത്തോളം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് യൂട്യൂബ് സ്റ്റുഡിയോ. അതിൽ കുറേ സെറ്റിങ്സ് കൊടുക്കുന്നതനുസരിച്ചാണ് നമ്മുടെ ഈ ചാനൽ പലരിലേക്കും എത്തുന്നത്. അതാരും നമുക്ക് എനിക്കറിയത്തില്ല, അത്രയും പോലും ബേസിക് അറിയാതെയാണ് പല വീട്ടമ്മമാരാട്ടോ. അതായത് ആരോ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടാൻ പറഞ്ഞു കൊടുത്തു, വീഡിയോ ഇട്ടു. യൂട്യൂബ് സ്റ്റുഡിയോയിൽ ചെന്നിട്ട് നമ്മൾ ഈ അപ്ലോഡ് ആകുന്ന സമയത്ത് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. യൂട്യൂബ് സ്റ്റുഡിയോ ആണ് നമുക്ക് കോപ്പിറൈറ്റ് ഉണ്ടോ, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞു തരുന്നത്. നമ്മൾ ചിലപ്പം ഞാൻ എൻ്റെ മക്കളുടെ സ്കൂളിലെ ടിനി ടോം എന്ന് പറഞ്ഞ ചേട്ടൻ വന്ന ഒരു പ്രോഗ്രാം ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തിട്ടു. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് അതിനകത്ത് ഇന്നത്തെ എൻ്റെ ദിവസം ഞാൻ ഇവിടുന്ന് ഒരുങ്ങി പോകുന്നു, അവിടെ ചെന്ന് പ്രോഗ്രാം കാണുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ ഒരു പാട്ട് പാടി. ചേട്ടൻ പാകൊണ്ടാണ് പാടിയത്, സിനിമ പാട്ട് റെക്കോർഡ് ചെയ്തൊന്നും അല്ല പാടിയത്. പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എനിക്ക് കോപ്പറേറ്റ് കിട്ടി. അതായത് ഒരാൾ നമ്മുടെ വീട്ടിലൊക്കെ ആൾക്കാരിരുന്ന് പാടുകയല്ലേ, ചുമ്മാ നമ്മളൊരു പാർട്ടിയൊക്കെ നോക്കുമ്പോൾ പിള്ളേരൊക്കെ ഇരുന്ന് പാടുകയല്ലേ, അതൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴും ഇതിനകത്ത് കോപ്പിറൈറ്റ് വരും. ഇതെന്തുകൊണ്ട് മനസ്സിലായി? യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ട് അത് മനസ്സിലായത്. അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കുറേ സാധനങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്, കുറേ കാര്യങ്ങൾ നമ്മൾ സെറ്റിങ്സ് കാറ്റഗറി കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ, എത്ര പേർക്ക് യൂട്യൂബ് സ്റ്റുഡിയോയെ കുറിച്ച് അറിയത്തില്ലെന്നൊന്ന് കമൻറ്റ് ചെയ്യുമോ? അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡെസ്ക്ടോപ്പിൽ പോയിട്ട് നമുക്ക്, അതായത് ക്രോമിൽ കൂടെ കയറിയിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അത് കുറച്ചുകൂടെ കൺഫ്യൂസിങ് ആണ്. നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ആണെങ്കിൽ പെട്ടെന്ന് നമുക്കത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടും. അവിടെയാണ് നമ്മൾ തംബ്നെയിലൊക്കെ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ തംബ്നെയിലൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്? എനിക്കൊരു ഡൗട്ട്. ഷോർട്സ് ഇടുന്നവരാട്ടോ, ഷോർട്സ് ഇടുന്നവർക്ക് പിന്നെ ചുമ്മാ കയറ്റി അങ്ങ് ഇട്ടാൽ മതിയല്ലോ. എന്നാലും യൂട്യൂബ് സ്റ്റുഡിയോയുടെ സെറ്റിങ്സ് വേറെ ഒന്നും കൊടുക്കാതെ എങ്ങനെ നിങ്ങളൊക്കെ, ഇത് മനസ്സിലാവുന്നില്ല. കുറച്ച് പേര് ഈ കഴിഞ്ഞ എൻ്റെ വീഡിയോസിന് താഴെ വന്ന് വരും ഒന്നിച്ച് മുന്നേറാം എന്ന് പറഞ്ഞ് അതിടല്ലേ പൊന്നുമക്കളെ, നിങ്ങളുടെ ചാനൽ അടിച്ചു പോവും. ഇപ്പോൾ പുതിയ നിയമമാണ് അങ്ങനെ. അതൊക്കെ എന്ന് വെച്ചാൽ അതെങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സിനെ വിളിച്ചു വരുത്തുന്നത്? ജെനുവിൻ അല്ലല്ലോ. നിങ്ങൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരെ വരും നമുക്ക് ഒന്നിച്ച് മുന്നേറാം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകാന്ന് അത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനത്തെ കമൻ്റ് ഒന്നും ഇടണ്ട. നമുക്ക് അങ്ങനത്തെ ഒരു പരിപാടിയുടെ ആവശ്യമില്ലെന്നേ. അല്ലാതെ നമുക്ക് കയറാനുള്ള പരിപാടി ഞാൻ പറഞ്ഞുതരാം. കുക്കിംഗ് ചാനൽ ഇട്ടേക്കുന്ന കുറേ പേരുടെ കാര്യം പറഞ്ഞുതരാം. ഭയങ്കര സ്ലോയാണ് നിങ്ങൾ. നമ്മൾ തന്നെ ഇപ്പോൾ ഒരു നിമിഷം നമ്മളിപ്പോൾ ഇവിടെ വന്നിരുന്നു, നമ്മൾ ജോലി തിരക്കുകളുടെ ഇടയ്ക്കൊന്ന് റിലാക്സ് ചെയ്യാനായിട്ടാണ് ഫോൺ എടുക്കുന്നത്. ചിലർ ഓഫീസ് ടൈമിൽ, അല്ലെങ്കിൽ ചിലർ കടകളിലൊക്കെ ഇങ്ങനെ സെയിൽസ്, അവിടെ ക്യാഷിയറായിട്ടിരിക്കുന്നവർ, കടകളിലൊക്കെ ഇരിക്കുന്നവർ, കസ്റ്റമർ വരുന്നതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ ഫോൺ എടുത്ത് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഇവർക്ക് ക്ഷമയൊക്കെ വളരെ കുറവാണ്, അവർക്ക് ടൈമും കുറവാണ്. പെട്ടെന്ന് കാണിക്കുന്ന വീഡിയോസ് കാണാൻ എല്ലാവർക്കും ഇഷ്ടം. അപ്പം നിങ്ങൾ കുക്കിംഗ് വീഡിയോ കാണിക്കുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ ഞാൻ കണ്ട ഒരു ചേച്ചി ഇങ്ങനെ പിന്നെ കിഴങ്ങിൻ്റെ തൊലി ഇങ്ങനെ ചെത്തി അങ്ങനെ നിൽക്കുക. നമ്മളൊന്ന് പൊളിക്കുന്ന കാണിച്ചു, പിന്നെ കട്ട് ചെയ്യുന്ന കാണിച്ചു, നേരെ ചട്ടിയിലിടുന്ന കാണിച്ചു. അങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ള വീഡിയോസ് ആകുമ്പോൾ നമുക്കറിയാം ഇതിപ്പോൾ തീരുമൊന്ന് കണ്ടാക്കാമെന്ന് വിചാരിക്കും. ഇനി പേരറിയാവുന്ന ഫുഡാണെങ്കിലും പേരറിയത്തില്ലാത്ത ഫുഡാണെങ്കിലും വെറുതെ ഒന്ന് കാണാൻ നമുക്ക് മനസ്സുകൊണ്ട് തോന്നും. അങ്ങനെ നമുക്ക് പിടിച്ചിരുത്താൻ പറ്റണം. അല്ലാതെ നിങ്ങളിങ്ങനെ അതുമല്ല കുക്കിംഗ് ചാനലാന്ന് പറഞ്ഞിട്ട് ദൂരെ കൊണ്ടുപോയി വെച്ചേക്കുന്നത്. ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞു തന്നു, നിങ്ങൾ കുക്കിംഗ് ഇപ്പോൾ ഈ മൈക്കിനെ കുറിച്ച് ഞാൻ പറയുന്നെങ്കിൽ മൈക്ക് ഇത്രയെങ്കിലും അടുത്ത് നിങ്ങൾ കാണിക്കണം. ഇങ്ങനെയായാലും കാണിക്കണം, എന്നാലും മൈക്കിൻ്റെ പാർട്സൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് മൈക്ക് നല്ലോണം കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ ഇത്രയും അടുത്തെങ്കിലും നിങ്ങൾ കൊണ്ട് കാണിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതൊരു സാധനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പം ഇങ്ങനെ ഇരുന്നിട്ട് എൻ്റെ കയ്യിൽ ഒരു പിന്നിരിപ്പുണ്ട്, ഇതൊരു സ്വർണ്ണ കളറുള്ള പിന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന സാധനം നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഇത്രയും അടുത്തുകൊണ്ട് ഇതാണ് പിന്നെന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു കഴിഞ്ഞാലോ കാണത്തില്ലേ നല്ലതായിട്ട്? എന്ന് പറഞ്ഞാൽ ആ സബ്ജക്റ്റിലേക്ക് നമ്മൾ എന്തിനെക്കുറിച്ചാണ് കാണിക്കുന്നത്. അതിപ്പോൾ കറിയാണെങ്കിൽ നമ്മളത് നിങ്ങളെല്ലാം ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ബാക്കി ഏത് കുക്കിംഗ് ചാനലുകൾ കൂടുതൽ വ്യൂസ് വന്നേക്കുന്നവർ എത്ര അടുത്താണ് ക്യാമറ വെച്ചേക്കുന്നതെന്നൊക്കെ ഒന്ന് കണ്ടേ. ഇതൊക്കെ ഞാൻ പണ്ട് കുറേ ഇങ്ങനത്തെ വീഡിയോസ് എങ്ങനെ ഷൂട്ട് ചെയ്യാം, എങ്ങനെ എന്തോരടുത്താ വെക്കേണ്ടത്, ലൈറ്റ് വരാൻ എന്തോ ചെയ്യണം, ഇങ്ങനെ എന്തോരം വീഡിയോസ് ഞാൻ കാണുമായിരുന്നു എന്നറിയാമോ? ഞാനിങ്ങനെ അഡിക്റ്റഡ് ആയിട്ട് കിടന്ന് കാണുമായിരുന്നു. കാരണം എനിക്ക് അറിയണം ഇതെങ്ങനെയാണ് ഇവർക്കൊക്കെ കിട്ടുന്ന വ്യൂസ് എന്ന്. അങ്ങനെ കൈയും കാലോട്ട് അടിച്ചടിച്ച് ഇവിടം വരെ എത്തിയേക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ കുക്കിംഗ് ചാനൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുക്കിംഗ് ചാനലിൽ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ലൈറ്റ്, അതായത് രാത്രിയിലൊക്കെ വീഡിയോ ചെയ്യുമ്പം, അതായത് അത്താഴത്തിന് ഉണ്ടാക്കുന്ന ഫുഡാണ് ഞാൻ ചിലപ്പോൾ ആ പിള്ളേർക്ക് ഷൂട്ട് ചെയ്യുന്ന ഫുഡ് തന്നെ ആയിരിക്കും ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അന്നേരം കറണ്ട് പോയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിന്നുപോയ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്ട്രഗിൾ ഉണ്ടെന്നേ. അപ്പോൾ നിങ്ങൾ നല്ലതായിട്ട് പഠിച്ചിട്ടേ അത് ചെയ്യാവുള്ളൂ. കുക്കിംഗ് ചാനൽ ചെയ്യുന്നവർ, ഷോർട്ട് വീഡിയോസായിട്ട് ചെയ്യുന്നവർ പ്രത്യേകിച്ചും സ്പീഡിൽ കാണിക്കണം കേട്ടോ. നിങ്ങൾ ഭയങ്കര ലാഗിട്ട് പഴയ ദൂരദർശനിലെ പോലെ വരൂ.
നമുക്കിന്ന് ഉണ്ടാക്കാൻ പോകുന്ന വിഭവം, അതിന് വേണ്ട ആവശ്യമായ സാധനങ്ങൾ, ഒരു സ്പൂൺ കടുക്, അങ്ങനെയൊക്കെ പറഞ്ഞു ആരും കാണത്തില്ല കേട്ടോ. എല്ലാവർക്കും കടുക് ഉലുവയൊക്കെ കണ്ടാൽ അറിയാം. അപ്പോൾ അത് എണ്ണയിലോട്ട് ഇടുന്നതൊക്കെ ഇങ്ങനെ കാണിച്ച്, നമ്മൾ അങ്ങനത്തെ വീഡിയോസ് എപ്പോഴും കാണാറില്ലേ. അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് അതൊന്ന് ചെയ്യട്ടോ. പിന്നെ എങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാമെന്നുള്ള 2 ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി, അതായത് എല്ലാ അവസ്ഥയിലും കിടക്കുന്നവർക്ക് വേണ്ടിയിട്ട്, ഞാൻ കുറേ പേർക്ക് മുഖം കാണിക്കാൻ വയ്യ, കുറേ പേർക്ക് എഡിറ്റ് ചെയ്യാൻ സമയമില്ല, കുറേ പേർക്ക് ലോങ് വീഡിയോ ചെയ്യാൻ വയ്യ, കുറേ പേർക്ക് അങ്ങനെ, അതായത് അവർക്ക് പെട്ടെന്ന് റീച്ച് ആവണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആദ്യമേ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് 100 രൂപ 50 രൂപ അങ്ങനെയുള്ള ചെറിയ ചെറിയ തോതിലുള്ള സാധനങ്ങൾ ഉണ്ടാവില്ല, നമുക്ക് നല്ല ഉപയോഗം, ചെറിയ ചെറിയ ഗാഡ്ജറ്റ്സുകൾ. ഇപ്പം നമ്മുടെ ഇപ്പം നമുക്ക് എല്ലാവർക്കും ഉള്ളത്, എന്നാലും ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ഈ കിഴങ്ങിൻ്റെ തൊലി ചെത്തുന്ന സാധനങ്ങൾ, ഇല്ലെങ്കിൽ നമുക്ക് കത്തി ഉപയോഗിക്കാതെ തന്നെ പെട്ടെന്ന് കട്ട് ചെയ്യാവുന്ന കട്ടേഴ്സ്, പച്ചക്കറികൾ കട്ട് ചെയ്യാവുന്ന കട്ടേഴ്സ്, അല്ലെങ്കിൽ അങ്ങനെ കുട്ടികൾക്ക്, അല്ലെങ്കിൽ ചാർട്ടൊക്കെ വരെ. നമ്മുടെ വീട്ടിലെ വലിയ പ്രശ്നമാണ് പ്രോജക്റ്റിന് പിള്ളേർ പ്രോജക്റ്റ് വരച്ചു തരാം അമ്മയെന്നും പറഞ്ഞ് വന്നിട്ട് ഭയങ്കര ശല്യം. അപ്പോൾ അതിനൊക്കെ വേണ്ടി എളുപ്പത്തിൽ ഉപയോഗിക്കുന്ന സ്കെയിലുകൾ, അതിൻ്റെ ഇങ്ങനെ ഹെഡിങ് എഴുതാൻ പറ്റുന്ന സ്കെയിലുകൾ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ ഒരു 100-500 രൂപയുടെ അകത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു 1000 രൂപയുടെ അകത്ത് നിൽക്കുന്ന പ്രോഡക്റ്റുകൾ വാങ്ങിച്ചിട്ട് അത് ഒരുമിച്ച് കാണിക്കരുത്. നിങ്ങൾ എന്തെങ്കിലും 1000 രൂപയ്ക്ക് സാധനം മേടിച്ചില്ലേ, അപ്പോൾ ഒരു മാസം ഒരു 3 വീഡിയോ എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിൻ്റെ ഉപയോഗങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോസ് ഇടുക. അതിൻ്റെ ഷോർട്ട് വീഡിയോ ആയിട്ട് 1-2 വീഡിയോ, അതായത് ഓരോ പ്രോഡക്റ്റിൻ്റെ ഷോർട്ട് വീഡിയോയും കൂടെ നിങ്ങൾ സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ട് അത് ഷോർട്ടായിട്ടും ഇടാം. അപ്പോൾ ഒരാഴ്ച ഒരു വലിയ വീഡിയോയും ഒരു ചെറിയ വീഡിയോയും കൂടെ നമുക്കങ്ങനെ ഇടാൻ പറ്റും. 5 സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച 2 വലിയ വീഡിയോയും ഒരു ചെറിയ വീഡിയോയും കൂടി ഇടാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന സാധനം ഞാൻ ഇത്ര രൂപയ്ക്കാണ് മേടിച്ചത്. അപ്പോൾ അതിൻ്റെ തംബ്നെയിൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റാണ്. ഇത്രയും രൂപയേ ഉള്ളൂ, വേഗം വാങ്ങിച്ചോളൂ, ആമസോണിൽ ലഭ്യമാണ്, അതിൻ്റെ ഉപയോഗം കാണണോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തംബ്നെയിലൊക്കെ ഇടാം. അതിൻ്റെയൊക്കെ പ്രോഡക്ട്സിൻ്റെയൊക്കെ ഫോട്ടോസ്, HD ക്വാളിറ്റി നല്ല ഫോട്ടോസ് ആമസോണിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ നമുക്ക് കിട്ടും, ആ സെയിം പ്രോഡക്റ്റിൻ്റെ നല്ല ഫോട്ടോസ്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് കാണിക്കാം തംബ്നെയിലിൽ. തംബ്നെയിൽ കാണിച്ചിട്ട് അവരോട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, നമുക്ക് എന്തായാലും യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ക്യാപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ വരും. അപ്പം നമ്മൾ #, കൊടുത്ത് അതിൽ #, അല്ല, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് ഈ പ്രോഡക്റ്റിൻ്റെ പേര് കൊടുത്തിട്ട് അവിടെ ആ ലിങ്കും കൂടെ നമ്മൾ ആമസോണിൽ നിന്ന് ലിങ്ക് കോപ്പി ചെയ്ത് നമുക്ക് അവിടെ കൊണ്ട് കൊടുക്കാൻ പറ്റും, ഡിസ്ക്രിപ്ഷനിൽ കൊണ്ട് കൊടുക്കാൻ പറ്റും. ആമസോണിൽ നിന്ന് നമുക്ക് ആ ഒരു പ്രോഡക്റ്റിൻ്റെ തൊട്ട് സൈഡിൽ 3 കുത്തിനകത്ത് ഒന്ന് കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഷെയർ എന്ന് പറഞ്ഞ് കിടക്കും. ഷെയർ വന്നു കഴിഞ്ഞാൽ അവിടെ ഉറപ്പായിട്ടും അവിടെ ഒരു ഇതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യാനുണ്ടാവും. ആ ലിങ്ക് കോപ്പി ചെയ്ത് നമ്മൾ സൂക്ഷിക്കുക. ഏതിൻ്റെ ലിങ്കാന്നുള്ള നമുക്കൊരു ഐഡിയ വേണം. അത് കഴിഞ്ഞിട്ട് ആ ലിങ്ക് കൊടുത്തിട്ട് ആ പ്രോഡക്റ്റ് ഇന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ചെല്ലണ്ട, ഈ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ അവർ ആമസോണിലോട്ടാണ് ആ ലിങ്ക് നമ്മളെ കൊണ്ടുവന്ന് നമുക്ക് ഡ്രസ്സുകൾ കുറഞ്ഞ റേറ്റിൽ മേടിച്ചിട്ട് അതിൻ്റെ റിവ്യൂ, അത് നല്ലതായിരുന്നോ അല്ലയോ എന്നുള്ളതും പറയാവുന്നതാണ്. ഏറ്റവും രസം എന്നറിയോ, ഞാൻ ഇത്രയും കാലം അങ്ങനത്തെ പ്രോഡക്ട്സുകളുടെ വീഡിയോസ് കണ്ടിട്ട് മേടിക്കാനല്ലെങ്കിലും പിന്നെ മേടിക്കാം എന്നും പറഞ്ഞ് കാണുന്നൊരു സ്വഭാവം നമ്മുടെ സ്ത്രീകൾക്കുണ്ടല്ലോ. ഷോപ്പിംഗ് പണ്ടേ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇതൊക്കെ ഇതോടെ ഉണ്ടല്ലേ, ആ സമാധാനമായി നമുക്കിനി മേടിക്കാമല്ലോ എന്ന് വിചാരിച്ച് കണ്ടിരിക്കുകയും ചെയ്യും ആളുകൾ കേട്ടോ. അത് നല്ലൊരു വീഡിയോ ആണ്. ചിലപ്പം 2 മിനിറ്റൊക്കെയുള്ള വീഡിയോസേ കാണുള്ളൂ, പക്ഷേ റീച്ച് കൂടുതൽ കിട്ടും. ഇത് ഉപകാരമുള്ളൊരു കാര്യമാണ്. എല്ലാ ലേഡീസും കയറി ഓട്ടോമാറ്റിക്കലി കാണും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. നമുക്ക് എന്തെങ്കിലും കിച്ചണിൽ യൂസ് ചെയ്യാവുന്നതും ഇങ്ങനെ എളുപ്പപ്പണികളൊക്കെ ചെയ്യാവുന്ന ഗാഡ്ജറ്റുകളൊക്കെ എല്ലാ സ്ത്രീകൾക്കും ഇഷ്ടപ്പെടുന്ന, ഉറപ്പായിട്ട് അവർ കയറി കാണും. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്, ലഞ്ച് ബോക്സ് അല്ലെങ്കിൽ ലഞ്ച് വീഡിയോ ചെയ്തോ. നിങ്ങളുടെ വീട്ടിലെല്ലാവരും എന്തായാലും ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കും ഞങ്ങളുടെ വീട്ടിൽ ഫ്രൈഡ് റൈസും ബിരിയാണിയും ഒന്നും അല്ല, അതൊന്നും വേണമെന്നൊന്നും ഇല്ലെന്നേ. നമുക്ക് നാടൻ ഫുഡ്, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് ചമ്മന്തി മുട്ട പൊരിച്ചൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ വായിക്കൂടെ വെള്ളം വരും, എനിക്ക് കഴിക്കണമെന്ന് തോന്നും. അതിങ്ങനെ അവർ പൊരിച്ച് അത് ആദ്യമേ ഇങ്ങനെ ചോറ് വിളമ്പുന്ന കാണിച്ചിട്ട് പെട്ടെന്ന് അതായത് എന്തൊക്കെ കറികളുണ്ടെന്ന് കാണിക്കുന്നില്ല, പക്ഷെ നേരെ ആദ്യം ചോറ് വിളമ്പുന്ന വീഡിയോ കാണിച്ചിട്ട് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് ഇവരെങ്ങനെയാണ് എന്തൊക്കെ കറികളാണ് ഇന്ന് ഉണ്ടാക്കിയേക്കുന്നതെന്നുള്ളത് പെട്ടെന്ന് ചമ്മന്തി അരയ്ക്കുന്നു, പെട്ടെന്ന് മുട്ട പൊരിക്കുന്നു. അതിൻ്റെ എല്ലാം ഫുള്ള് കാണിക്കണ്ട. മുട്ട പൊരിക്കാനായിട്ട് മുട്ട എടുക്കുകയാണേ എന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, മിണ്ടാതെ നിന്നാണ് ചെയ്യുക. നമ്മൾ മുട്ട പൊരിക്കുന്നു, ചമ്മന്തി അരയ്ക്കുന്നു, ഇതെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ട് പ്ലേറ്റ് കൊണ്ടു വച്ചേക്കുന്നത്. അപ്പം നമ്മൾ മനുഷ്യൻ്റെ സ്വഭാവം അനുസരിച്ച്, അത് ഏത് ഭാഷ സംസാരിക്കുന്ന ആളും ആയിക്കോട്ടെ, ഏത് നാട്ടുകാരനായിക്കോട്ടെ, കേരളത്തിലെ ഫുഡല്ലേന്ന് പറഞ്ഞാൽ അവർ കണ്ണൊന്നും അടച്ചിരിക്കത്തൊന്നുമില്ല. ഫുഡ് കണ്ടാൽ ആർക്കും വെള്ളം വരും വായിൽ. അതിപ്പോൾ മൃഗങ്ങൾക്കാണേലും കൊതി വരുമല്ലേ. അത് പറഞ്ഞ പോലെ അത് വിളമ്പി വെച്ചിരിക്കുന്നു. അപ്പം അത് ഓരോ കറികൾ വിളമ്പുമ്പോൾ നമുക്ക് ഇതൊക്കെ കൂട്ടിയാണ് ഇവരിന്ന് കഴിക്കാൻ പോകുന്നതെന്നൊക്കെ ഓർത്തിട്ടൊരു കൊതി വരുത്തല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ മ്യൂസിക്കും കൂടെ ഇട്ട് ഷോർട്സ് വീഡിയോസ് ആയിട്ട് ഇടുവാണെങ്കിൽ ഷോർട്ട് വീഡിയോസ്
പെട്ടെന്ന് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ തരും. അതിന് ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും വെളിച്ചമുള്ള സ്ഥലം വീടിൻ്റെ ടെറസിലോ തിണ്ണയിൽ അരപ്രൈസിലോ ഒക്കെ വെച്ചുകൊണ്ട് ഏറ്റവും വെളിച്ചം കിട്ടുന്നിടത്ത് നമ്മുടെ ഉള്ള ഫോണൊക്കെ വെച്ചിട്ട് മതി. നിങ്ങളതാ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലൊന്ന് കയറി കണ്ടു നോക്കൂ. ഇൻസ്റ്റാഗ്രാമിൽ സാധാ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലൊക്കെ അവർ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ സിമ്പിൾ വീഡിയോ, പെട്ടെന്ന് തീർന്നു പോകുന്ന വീഡിയോസും. പക്ഷേ അവരിങ്ങനെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന കാണുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമാണെന്നറിയാം. ഒരമ്മയും കുഞ്ഞും ഇങ്ങനെ ദിവസവും ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. അവരെന്താ കഴിക്കുന്നറിയോ? തൈരിൻ്റെ അകത്ത് തക്കാളിക്കൊക്കെ ഉടച്ചിട്ട് കുഞ്ഞിന് മുട്ടയും പൊരിച്ച് ചോറ് കൊടുക്കുക. പക്ഷേ അമ്മയും കുഞ്ഞും കൂടെ രണ്ടുപേരോട് ഉണ്ടാക്കിയിട്ട് ഇത് കഴിക്കുന്ന കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും. ഭയങ്കര ഇഷ്ടം തോന്നും. കാരണം ഒരു സംതൃപ്തിയല്ലേ അവർ രണ്ടുപേരുടെ ബോണ്ടിക്കും. അതുങ്ങൾ ആ കൊച്ചു കറി വെച്ച് സംതൃപ്തിയോടെ തിന്നുന്നു. പിന്നെ റേഷൻ അരി കൊണ്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ട് അമ്മയും കുഞ്ഞും തിന്നുന്ന വീഡിയോ ഒക്കെ കഴിഞ്ഞ ദിവസം കണ്ടു. കുഞ്ഞിന് ബിരിയാണി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ അതൊക്കെ നമ്മൾ പറയുന്നത്, ഇത് മനഃശാസ്ത്രപരമായിട്ടും ആൾക്കാർക്കൊരു ഇൻട്രസ്റ്റ് തോന്നിക്കണം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതൊന്നും പറ്റും, നിങ്ങളുടെ വീട്ടിൽ അത്യാവശ്യം നല്ല ജോലി, ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞല്ലോ, ഫാമിലി നല്ല ജോലിയാണെങ്കിൽ എല്ലാവരും കൂടെ കൂടി റീൽസൊക്കെ ചെയ്യാം. ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ പറ്റുന്നോ, അച്ഛനും മക്കളും കൂടെ അമ്മയെ പറ്റിക്കുന്ന അങ്ങനത്തെയൊക്കെ കുഞ്ഞു കുഞ്ഞു തമാശകളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് റീൽസായിട്ടൊക്കെ ഇടാൻ കേട്ടോ. ഭയങ്കര റീച്ചായി. ഈ ഫാമിലി വ്ളോഗേഴ്സിൽ ഈ വീട്ടിലെ പ്രശ്നങ്ങളും അടിയൊക്കെ പറയുന്നതിലും നല്ലത് നമ്മുടെ വീട്ടിലെല്ലാവരും കൂടി എന്തെങ്കിലുമൊക്കെ തമാശകൾ ഒപ്പിച്ചിട്ട് റീൽസാക്കി ഇടാമെന്നേ. ചെറിയ ചെറിയ തമാശകളൊക്കെ മതി. നിങ്ങൾ മോണിറ്റൈസ്ഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പൈസ കിട്ടുന്നതെന്ന് അറിയണ്ടേ? അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ഞാൻ മോണിറ്റൈസേഷൻ പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റില്ല, സബ്സ്ക്രൈബേഴ്സിനെ അങ്ങനെ മേടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾ ഷോർട്ട് വീഡിയോസ് ഇടുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഫാമിലി ആയിട്ട് തമാശ പറയുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ സൗണ്ട് ഫെമിലിയർ ആകുക. നിങ്ങളെന്നും ഒരു ലഞ്ച് വീഡിയോ ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. നിങ്ങളെന്നും ലഞ്ച് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ സൗണ്ട് എല്ലാവർക്കും ഫെമിലിയറാണ്. നിങ്ങളിപ്പോൾ ഒരു കാര്യം, നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ വീഡിയോസ് തുടങ്ങുവാണ്, നിങ്ങൾ ഇന്ന ആളാണെന്ന് ആളുകൾക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ ഇനുഷൈജു ആണേ, വാ നമുക്ക് ചോറുണ്ണാം എന്ന് ചോദിച്ചിട്ടാണ് നമ്മളൊരു വീഡിയോ എന്നും തുടങ്ങുന്നതെങ്കിൽ എല്ലാവർക്കും ആ വീഡിയോ തുടങ്ങുമ്പോഴേ നിനുവിൻ്റെ വീഡിയോ ആണ്, നിനുവിൻ്റെ ലഞ്ച് വീഡിയോ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഫെമിലിയർ ആയ ഒരു വോയിസോ അല്ലെങ്കിൽ എന്നും ഇങ്ങനെ കണ്ട് ഫെമിലിയർ ആയൊരു മുഖമോ ആണെങ്കിൽ ഒരു 10,000 അല്ല, എനിക്കൊരു 2,000 3,000 ഒക്കെ ആയപ്പോഴും എനിക്ക് പ്രൊമോഷൻ വീഡിയോസ് വന്നു. പക്ഷെ അന്ന് എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അവരുടെ ചെന്ന് ഷൂട്ട് ചെയ്യാനും ഒക്കെ കുറച്ച് സാങ്കേതിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനത് എടുത്തില്ല. അങ്ങനെ 2 പ്രൊമോഷൻ വീഡിയോ എനിക്ക് പോയിട്ടുണ്ട്. അതായത് എനിക്ക് അവിടെ ചെന്ന് എടുത്ത് കൊടുക്കാൻ പറ്റാതെ പോയതുകൊണ്ട്. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ ഫെമിലിയറായി നമ്മളെ എല്ലാവരും അറിഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണേലും ചില കോമാളിത്തരം കാണിക്കുന്ന ആൾക്കാരെ ആണേലും ആൾക്കാർ പ്രൊമോഷൻ വീഡിയോക്കൊക്കെ എടുക്കാറുണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നവരാണേലും അറിയാം. അവർക്ക് ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ട്, ഒത്തിരി പേര് കാണുന്നുണ്ടെങ്കിൽ അവരെങ്ങനെ വീഡിയോ ഇടുന്നവരാണെന്നൊന്നുമില്ല. എന്ത് കോമാളിത്തരം കാണിക്കുന്നവർക്കാണെങ്കിലും അവർ കൊണ്ട് പ്രൊമോഷൻ കൊടുക്കും. എന്നേരം നിങ്ങൾ അങ്ങനെ കോമാളിത്തരം ഒന്നും കാണിക്കാനല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്കൊരു ഒരു 5,000-ന് മേലിൽ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ തന്നെ നിങ്ങൾ ഫെമിലിയർ ആകുന്ന ഒരു ഫേസോ സൗണ്ടോ ഒരു വ്യക്തിയോ ആണെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രൊമോഷൻസ് കിട്ടും. ഒരു കുറഞ്ഞത് എനിക്ക് അന്ന് അവർ പറഞ്ഞത്, അന്ന് സ്റ്റാർട്ടിങ് 2,000 രൂപയാണ് പറഞ്ഞത്. പിന്നെ വന്ന ഒരാൾ പറഞ്ഞത് 5,000 രൂപയാണ്. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം ഇങ്ങനെ പ്രൊമോഷൻ കിട്ടുന്നവർക്ക് ഒരു മാസം കുറഞ്ഞത് ഒരു 20,000 രൂപയുടെ പ്രൊമോഷനെങ്കിലും കിട്ടുന്നുണ്ട്. അതിൽ കൂടുതൽ കിട്ടുന്നവരുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കാണുമല്ലോ പരസ്യങ്ങൾ, ഒരുപാട് പ്രോഡക്റ്റുകളുടെ. അപ്പോൾ അവർ ഭയങ്കര തുക കൊടുത്തിട്ടാണ് അവരെ കൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരി ഇൻസ്റ്റാഗ്രാമിൽ 2 ലക്ഷം പേര് ഫോളോവേഴ്സ് ഉള്ളൊരു വീട്ടമ്മയാണ്. അവർക്ക് ഒരു ജിം ട്രെയിനർ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, 50,000 രൂപ തരാം, നിങ്ങൾ ഇത്രയും മാസം കൊണ്ട് അവരുടെ ട്രെയിനിങ്ങിൽ ചെന്നിട്ട് വണ്ണം കുറച്ച് കാണിക്കണം. അപ്പോൾ വണ്ണം കുറച്ച് കാണിക്കുമ്പം അവർ പറഞ്ഞു കൊടുത്ത ട്രെയിനിങ്ങിലാണല്ലോ അവർ വണ്ണം കുറച്ച്, അവരുടെ സ്ഥാപനത്തിൽ പോയിട്ടാണല്ലോ. അപ്പം ഒരു മാസം കൊണ്ടല്ല ഇത്രയും കിലോ കുറഞ്ഞു എന്നും പറഞ്ഞ് അവർക്ക് പരസ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് 50,000 രൂപയാണ് ഓഫർ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മോണിറ്റൈസ്ഡ് ആയില്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് ഭയങ്കര എനർജിയും ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രവും ക്വാളിറ്റി ഒന്നും വീഡിയോയുടെ നോക്കണ്ട. നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളും ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ളൊരു ഫേസും ആണെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങളെ തേടി ഉറപ്പായിട്ടും പ്രൊമോഷൻസ് വരും. നിങ്ങൾ ഭയങ്കര അതുപോലെ അപ്ലോഡ് ചെയ്യണം. 2 ദിവസം അപ്ലോഡ് ചെയ്തു, ആരും കാണുന്നില്ല, നിർത്തിയേക്കാം, ഇനി അടുത്ത മാസം ആവട്ടെ, എങ്ങനെയൊന്നും അല്ല. അതിനൊരു ഓർഡറുണ്ട്. ഈ 2 ലോങ് വീഡിയോ ആണെങ്കിൽ അടുത്ത 2 ഷോർട്ട് വീഡിയോ, അങ്ങനെ തന്നെ പോകണം. ഷോർട്ട് വീഡിയോ ഇട്ട് പോവുകയാണെങ്കിലാണ് ഞാൻ ഈ പറയുന്നത് പെട്ടെന്ന് പ്രൊമോഷനൊക്കെ കിട്ടുന്നത്. കാരണം ഷോർട്ട് വീഡിയോ ആണ് ആൾക്കാർ സ്ക്രോൾ ചെയ്ത് പോകുന്നത്. എന്നും സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നൊരു മുഖം ഫെമിലിയർ മുഖമായി മാറും. മനസ്സിലായോ? അപ്പോൾ ആ ഷോർട്ട് വീഡിയോസ് അടുപ്പിച്ചിടുന്നവരാണെങ്കിൽ അവർക്ക് ഇതുപോലെ
അതായത് ലോങ് വീഡിയോ ഇടേണ്ടെന്നല്ല, ഷോർട്ട് വീഡിയോസ് കൂടുതൽ ഇടുകയും ലോങ് വീഡിയോ അതിൻ്റെ ഒപ്പം ഇടുകയും ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രൊമോഷൻസ് കിട്ടും, നിങ്ങൾ ഫെമിലിയർ ഫേസ് ആകും, സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ വരും. അങ്ങനെയൊക്കെ ഒത്തിരി ഉപകാരങ്ങളുണ്ട്. എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടി അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. യൂട്യൂബ് സ്റ്റുഡിയോയെക്കുറിച്ച് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം, എത്ര പേരുണ്ടെന്ന് നോക്കിയിട്ട് വേണം. അതിൻ്റെ കൂടെ വീഡിയോ ഒന്നെങ്കിൽ ഞാൻ ഒരുമിച്ചായിരിക്കും ഇടുന്നത്. നമ്മൾ നിസ്സാരം ഒരു വീഡിയോ പോലും നമുക്ക് എഡിറ്റിങ്ങിലൂടെ എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കാം എന്നൊരു ഐഡിയ കൊടുത്തുകൊണ്ട് അടുത്ത വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. നിസ്സാരം നമ്മുടെ ഒരു വീഡിയോ പോലും എങ്ങനെ എഡിറ്റിങ്ങിലൂടെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കാം എന്നുള്ള രീതിയിൽ ഞാൻ അതിലൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബ് സ്റ്റുഡിയോയെക്കുറിച്ച് എത്ര പേർക്ക് അറിയത്തില്ലെന്ന് നോക്കിയിട്ട് വേണം എനിക്ക് അത് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനിക്കാനായിട്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു. നമുക്ക് ജൂണിലൊരു, ഇനി നിങ്ങൾക്ക് എഡിറ്റിങ്ങിലും തംബ്നെയിൽ മേക്കിങ്ങിലും ഒക്കെ ഡൗട്ട് ഉണ്ട്, നമുക്ക് ജൂണൊക്കെ ആകുമ്പോഴത്തേനും ഒരു ഗ്രൂപ്പ് തുടങ്ങാം കേട്ടോ. അന്നേരം ഞാൻ ഒന്നുകൂടെ വീഡിയോ ഇട്ടിട്ട് ചോദിക്കാം എത്ര പേർക്ക് ആവശ്യമുണ്ടെന്ന്. അപ്പം അതനുസരിച്ച് നമുക്ക് ലിങ്ക് നിങ്ങൾക്ക് തന്നാൽ മതിയല്ലോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് നമുക്ക് നേരിട്ട് പറഞ്ഞ് ചെത്തി എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഈ എഡിറ്റിങ്ങിലൊക്കെ വരിക നമുക്ക് നേരിട്ടാകുമ്പോൾ എളുപ്പമുണ്ട്. വാട്സപ്പിലാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടേ. അപ്പോൾ ഒത്തിരി പേര് വാട്സപ്പിൽ ഇപ്പോൾ എനിക്ക് വോയിസ് ആയിട്ട് അവർ ദിവസവും അയക്കുന്നുണ്ട്. അവർ ഓരോ വീഡിയോ ചെയ്തിട്ട് എനിക്ക് അയച്ചിട്ട് ഡൗട്ട്സൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ഒരു ചെറിയൊരു പരിപാടി തുടങ്ങാം. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ അത്യാവശ്യം ചോദിച്ചാൽ നിങ്ങളുടെയൊക്കെ ചാനലൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് എനിക്ക് അങ്ങനെ കയറി നോക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്കതൊക്കെ നോക്കി എനിക്കറിയാവുന്ന രീതിയിൽ, ഞാൻ ഈ പണ്ഡിതയൊന്നുമല്ല, ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എനിക്കും അബദ്ധങ്ങൾ പറ്റാം, പക്ഷേ എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ നിങ്ങൾക്ക് പറ്റാൻ പാടില്ലെന്ന് ഉള്ളതുകൊണ്ടാണ് ഓരോന്നും പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ കമൻസൊക്കെ വേഗം ഇട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണ്, ഹൈപ്പ് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യും. ഇനി ആരെങ്കിലും ഒക്കെ ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരുണ്ടെങ്കിൽ. അപ്പോൾ ഇന്ന് വോയിസ് എങ്ങനെ ഉണ്ടെന്ന് പറയണേ. ഇന്ന് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ബാറ്ററി ചാർജ് തീർന്നിട്ട് വോയിസ് എന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നു. ഞാനത് അറിയുന്നില്ല. എനിക്ക് ഹെഡ്ഫോൺ വെച്ച് കഴിയുമ്പോൾ എനിക്ക് വോയിസ് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഇങ്ങനെ ഹെഡ്ഫോൺ ഇല്ലാതൊക്കെ കണ്ടവർക്ക് സൗണ്ട് കുറവായിട്ടാണ് തോന്നിയത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർ പലരും ചോദിച്ചിട്ടുണ്ട് മൈക്കിന് എത്ര രൂപയാകും, ട്രൈപോഡ് എത്ര രൂപയാകും, അല്ലെങ്കിൽ ലൈറ്റിനൊക്കെ എല്ലാം കൂടെ ഒരു 1500 നിൽക്കും കേട്ടോ. വലിയ തുകയൊന്നും ആകത്തില്ല. അപ്പം അങ്ങനെയൊക്കെ തുടങ്ങും. പിന്നെ ഉള്ള ഫോണൊക്കെ മതി. അത് നമ്മൾ എഡിറ്റിങ്ങിലൂടെ എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് നമുക്ക് അടുത്ത വീഡിയോ പഠിക്കാം. അപ്പം ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓൾ ദി ബെസ്റ്റ്. സങ്കടപ്പെടരുത്, തളരരുത്. നമ്മൾ ഓരോ വീഡിയോയും നമ്മുടെ ഓരോ ലെസൺ ആയിരിക്കണം. നമ്മൾ ഓരോന്നിൽ നിന്നും പഠിക്കണം, ഓരോ കുറവുകളിൽ നിന്ന് പഠിക്കണം. അല്ലാതെ എൻ്റെ വീഡിയോ മോശമാണേന്ന് പറഞ്ഞ് നിർത്തി പോവരുത്. അതിലെന്താ കുറവ് വന്നതെന്ന് അടുത്ത വീഡിയോയിൽ ശരിയാക്കി എടുക്കാം നമുക്ക് കേട്ടോ. നമ്മളെ കൊണ്ടും പറ്റും. ഓക്കെ, താങ്ക് യു സോ മച്ച്.